ഇറാൻ്റെ ആക്രമണവുമായി ബന്ധപ്പെട്ട് ഇസ്രായേലിലെ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, അറാക്ക് വാട്ടർ റിയാക്ടർ, നഴ്സറി എന്നിവ തകർന്നായിരിക്കുന്ന റിപ്പോർട്ട് പുറത്തു വന്നു. എന്നാൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ തകർച്ച പൂർണ്ണമായിട്ടില്ല, ഭാഗികമായ രീതിയിൽ ചെറിയ രീതിയിലാണ് എന്നുള്ളതും ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ആക്രമണവുമായി ബന്ധപ്പെട്ട് അത് അറാക്ക് വാട്ടർ റിയാക്ടർ അതേപോലെ തന്നെ നഴ്സറി ഒക്കെ കേന്ദ്രീകരിച്ചുകൊണ്ട് 39 പേർക്ക് പരിക്കേറ്റിരിക്കുന്ന വിവരം പുറത്തു വന്നു. അപ്പോൾ വളരെ കൃത്യമായ രീതിയിൽ തെലവീവിനെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇറാൻ ആക്രമണം നടത്തുന്നത്. അതിന് തിരിച്ച് പ്രത്യാക്രമണം നടത്തുക തന്നെ ചെയ്യുമെന്ന് ഇസ്രായേൽ IDF ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പ്രതികരിച്ചു. എന്നാൽ നിങ്ങളിപ്പോൾ തന്നെ ആക്രമണം നടക്കുന്നുണ്ടല്ലോ, തങ്ങളുടെ തലസ്ഥാന മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ രീതിയിൽ ആക്രമണം പരമ്പര തന്നെ നിങ്ങൾ നടത്തുന്നുണ്ടല്ലോ, പിന്നെ വീണ്ടും ആക്രമണം നടത്തുമെന്ന് പറയേണ്ട കാര്യമില്ല. ഞങ്ങൾ യുദ്ധം തുടങ്ങിയിരിക്കുന്നു, തിരിച്ചടികൾ കനത്തതായിരിക്കും എന്നുള്ള മുന്നറിയിപ്പ് ഞങ്ങളുടെ ആത്മീയ നേതാവ് ആദ്യഘട്ടത്തിൽ തന്നെ പറഞ്ഞതാണ്. അതിൻ്റെ തുടർച്ച തീർച്ചയായിട്ടും ഇസ്രായേൽ അനുഭവിക്കേണ്ടി വരും. അതിൻ്റെ സംവിധാന കാര്യങ്ങളൊക്കെ ഉള്ള ഒരു രാജ്യമാണ് ഇറാൻ ആയതിനാൽ ഇസ്രായേലിന് യഥാർത്ഥത്തിൽ ഇത്തരം കാര്യങ്ങളൊക്കെ പ്രതീക്ഷിക്കാവുന്നതാണ് എന്ന തരത്തിലാണ് ഇറാൻ്റെ ഭാഗത്തുനിന്ന് മറുപടി വന്നിരിക്കുന്നത്. ഏതായിരുന്നാലും ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യങ്ങൾ സങ്കീർണമാണ്, പരിഹരിക്കാൻ പറ്റാവുന്ന തരത്തിലല്ല നിലവിലുള്ളത്. വലിയ നാശങ്ങളും വലിയ നഷ്ടങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നു. ഇറാനിലും നാശങ്ങളുണ്ട്, ഇറാനിലും നഷ്ടങ്ങളുണ്ട്, ഇറാനിലും മരണമുണ്ട്. മരണത്തെക്കുറിച്ചുള്ള സ്ഥിരീകരണ കണക്കുകൾ യഥാർത്ഥത്തിൽ ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല എന്നുള്ളത് പോലും ആശങ്ക ജനിപ്പിക്കുന്ന കാര്യമാണ്.